സർ, 2024 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടി, സാധാരണഗതിയിൽ പെട്ടെന്ന് രൂപീകരിക്കുന്ന ഒരു പാർട്ടിക്ക് പെട്ടെന്നൊരു ദേശീയ തലത്തിൽ ശ്രദ്ധ കിട്ടാൻ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് അവർക്ക് ദേശീയ തലത്തിൽ തന്നെ തുടങ്ങി വെക്കാം. പക്ഷേ വിജയ് രൂപീകരിച്ച TVK എന്ന പ്രസ്ഥാനം പതിയെ അവസരം കാത്തുനിന്നു. 2026 ആഗതമായിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഒരു വലിയ തരംഗം ആഞ്ഞടിച്ചിരിക്കുന്നു. അതിൽ 108 സീറ്റുകളുമായി TVK അധികാരത്തിലെത്തുമ്പോൾ വിജയ് എന്ന സിനിമാ നടനപ്പുറമുള്ള രാഷ്ട്രീയ ചാണക്യനായിട്ട് വിജയ് ഉയർന്നു വരുന്നു. തമിഴ്നാട്ടിൽ TVK സർക്കാർ രൂപീകരിക്കുമ്പോൾ വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ മറ്റാർക്കും സംശയമില്ല. അല്ല, അതിപ്പം MG രാമേന്ദ്രന് ശേഷം ഈ ഒരു ഇത്രയും വലിയൊരു ഫാൻ ബേസോട് കൂടി വരുന്ന ഒരു മുഖ്യമന്ത്രി വിജയ് തന്നെയാണ്. വിജയുടെ നല്ല പ്രായത്തിലാണ് വരുന്നത്. വിജയുടെ ഈ ഒരു ടൈമിംഗ് ആണ് ഏറ്റവും പ്രധാനമായിരുന്നത്. കാര്യം കുറേ വർഷങ്ങളായിട്ട് തമിഴ്നാട് രാഷ്ട്രീയം പോകുന്നത് ഒരു ബൈപ്പോളാർ രീതിയിലാണ്. ഒന്നുകിൽ DMK അല്ലെങ്കിൽ ADMK. അപ്പോൾ ജയലളിതയുടെ മരണത്തിനു ശേഷം വീണ്ടും ഈ പറഞ്ഞതുപോലെ ആ ADMKയിലുണ്ടായ പിന്നെ വിള്ളലുകളും കൊഴിഞ്ഞുപോക്കും പൊട്ടിത്തെറികളും എല്ലാം നാം കണ്ടതാണ്. അതിനുശേഷം വന്ന 2 മുഖ്യമന്ത്രിമാർ, അതിൻ്റെ തുടർച്ചയായിട്ടാണ് സ്റ്റാലിൻ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും അവിടെ മുഖ്യമന്ത്രിയാവുന്നത്. സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം അവിടെ ഒരു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പോരാളി എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് അദ്ദേഹം കൂടുതൽ ശ്രമിച്ചത്. പിന്നെ അത് മാത്രമല്ല, ഈ തമിഴ് ജനതയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തമിഴ്നാടെന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുടെ നാടാണ്. അപ്പം നമ്മുടെ ഈ ശബരിമല സീസണിലേക്ക് എടുത്ത് നോക്കിയാൽ മതി. ശബരിമല സീസണിൽ നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ മലയാളികൾ പോകുന്നത് വളരെ കുറവാണ് പോകുന്നത്, താരതമ്യേന കുറവാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ DMK പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നിരീശ്വരവാദി പൊളിറ്റിക്സ് ആണ്. പണ്ട് CPM പിന്തുടർന്ന് പോരുന്ന ഒരു രീതിയാണ്. ഈ സ്റ്റാലിൻ എന്നുള്ള പേര് പോലും വന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ ആ ഒരു പാർട്ടിയുടെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കരുണാനിധിയും ഈ പറഞ്ഞതുപോലെ കരുണാനിധിയുടെ അവസാന കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കരുണാനിധിയുടെ ഈ മറ്റേ കോട്ടൂർപുരത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിന് നടന്നു വരുന്ന സമയത്ത് ഒരു വേണുഗോപാല ടെമ്പിൾ ഉണ്ട് അത്രേ. അപ്പോൾ അദ്ദേഹം ഒരു മഞ്ഞ ഷാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണുഗോപാല ടെമ്പിളിൻ്റെ അടുത്ത് വന്നിട്ട് ഈ മഞ്ഞ ഷാളിനകത്ത് കൈവച്ചുകൊണ്ട് തൊഴുതിട്ടാണ് അദ്ദേഹം ഡെയിലി പുറത്തു പോകുന്നത് പറയുന്നത്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ആ ഒരു ഇപ്പോൾ പണ്ടൊക്കെ DMKയുടെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, എനിക്ക് 70കളുടെ അവസാനമൊക്കെയാണെന്ന് തോന്നുന്നു, ഈ ആദ്യം ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഈ DMK ഒരു വാഹനം വന്നിട്ട് ഒരു വിഗ്രഹം എടുത്തിട്ട് ഫ്രണ്ടിലിട്ട് ഉടയ്ക്കും, വിഗ്രഹഭഞ്ജനം. അപ്പോൾ ഇതാണ് അവരുടെ ഒരു പാരമ്പര്യം. അവിടെ നിന്ന് മാറിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കരുണാനിധി രഹസ്യമായിട്ട് തൊഴുന്ന ഒരവസ്ഥയിലേക്ക് അവസാന കാലഘട്ടങ്ങളിൽ മാറി എന്നുള്ള സാധനം. അപ്പോൾ അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ, ആ സംസ്കാരം, ക്ഷേത്ര സംസ്കാരം, ഇതെല്ലാം വളരെ സജീവമാണ്. പിന്നെ അവരുടെ പ്രത്യേക ഒരു മാനസികാവസ്ഥയുമാണ്. ഒരു ലാർജർ സ്പിയറിലേക്ക്, അതല്ലെങ്കിൽ അവരുടെ ഈ ദൈനംദിന ജീവിതത്തെയും കാണുന്നതിനപ്പുറത്തേക്കൊരു തലമുണ്ടെന്നുള്ളത് അവരറിയാതെ അവരെ സ്വാധീനിക്കുന്നൊരു ജനതയാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനതയുടെ ഒരു വൈകാരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ മലയാളികളുടെ കണക്ക് ഇപ്പോൾ ഒരു സിനിമ നടനൊക്കെ നമുക്ക് ഇഷ്ടം തന്നെയാണ്, താല്പര്യമാണ്, ആൾക്കാരെ കൂടുകയൊക്കെ ചെയ്യും. പക്ഷെ നാളെ ഒരു ഇലക്ഷന് മത്സരിക്കുകയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മമ്മൂട്ടി മത്സരിക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലേബലില്ല എന്നുണ്ടെങ്കിൽ കെട്ടിവെച്ച കാശ് പോലും ചിലപ്പോൾ കിട്ടിയില്ലാതിരിക്കും. മലയാളിയുടെ ഒരു പ്രത്യേകത അതാണ്. പക്ഷേ തമിഴിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കാര്യത്തിൽ ഒരാളോട് ഒന്നിനോടൊന്നൊരു സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കലവറയില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കുഷ്ബുവിനോട് ഇഷ്ടം തോന്നി, ആ ഇഷ്ടം അങ്ങോട്ട് ഭക്തിയായി മാറുക, ക്ഷേത്രം പണിഞ്ഞു കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ ജയലളിതയ്ക്ക് ആരാധന മൂത്തിട്ട് എത്രയോ പേര് വന്നിട്ട് അവിടെ ഈ സെൽഫ് ഇമ്മോളേഷൻ, ഈ ആത്മാഹുതി നടന്നിട്ടുണ്ടെന്നറിയോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു വൈകാരികതയുള്ള ജനവും കൂടെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ 2 കൂട്ടരുടെയും ഭരണത്തിൻ്റെ ഇടയിൽ ഈ 2 കൂട്ടരും ഭരണത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർ വളരുന്നതല്ലാതെ തമിഴ് ജനതയ്ക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടാത്തൊരവസ്ഥ വന്നു.
അപ്പോൾ അങ്ങനെ എന്നാൽ വ്യാവസായികമായിട്ട് നല്ല വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റും കൂടെയാണ്. പക്ഷേ അതിൻ്റെ ഗുണം അവിടുത്തെ ജനങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനൊരവസ്ഥയും കൂടെ വരുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഈ ലോകത്തിൻ്റെ മാറ്റങ്ങൾ ഈ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരും മുതിർന്നവരും കാണുന്നുണ്ട്, ഒരേപോലെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ അവരുടേതായിട്ടുള്ള പരിമിതികളെക്കുറിച്ചും സാഹചര്യങ്ങളുടെ കുറവുകളെക്കുറിച്ചും ഒക്കെ അറിയാം. അങ്ങനെ ഈ രണ്ട് കൂട്ടരുടെ ഭരണത്തിലും അടുത്തിരിക്കുന്ന സമയത്താണ് വിജയിയുടെ കടന്നു വരുന്നത്. വിജയിക്ക് അവിടുത്തെ സ്വാഭാവികമായിട്ട് നമുക്ക് ഉദ്ദേശിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ പോലും വിജയിക്ക് ഭയങ്കര ഫാൻ ബേസ് ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഈ കൊച്ചു കുട്ടികളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു 4-5 വയസ്സുള്ള കുട്ടികൾ നോക്കിയാൽ മതി, എല്ലാം വിജയ് ഫാൻസാണ്. അപ്പോൾ എന്തോ ഒരു മാസ്മരികത അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ആൾക്കാരെ ആകർഷിക്കാനുള്ള സംഗതി. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കണ്ടു. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തുടക്കത്തിൽ നമ്മളെല്ലാം കരുതിയിരുന്നത് വിജയ് ഏറി വന്ന ഒരു 5-6 സീറ്റ് വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തമിഴ്നാട്ടിൽ അറിയിക്കും എന്ന് മാത്രം പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി വന്നപ്പോഴേക്കും അവിടുത്തെ നേതാക്കന്മാരുടെ സംഭാഷണങ്ങളിൽ നിന്നും, ഇപ്പം വൈക്കോയെ പോലുള്ള നേതാക്കന്മാരുടെയും CPM-ൻ്റെയൊക്കെ നേതാക്കന്മാരുടെയൊക്കെ സംഭാഷണത്തിൽ നിന്നും പരോക്ഷമായിട്ട് ഈ വിജയ് ഫാക്ടർ അതൊരു ഫാക്ടറാകാൻ പോവുകയാണെന്ന് മനസ്സിലാവുന്നു. അതേപോലെ തന്നെ പുറമേ നിന്ന് വന്ന് പഠനം നടത്തിയിട്ട് ഇപ്പം പ്രണയ് റോയിയെ പോലുള്ള മാധ്യമപ്രവർത്തകർ അവരുടെ സംഘം തന്നെ വന്ന് പഠനം നടത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിലൊക്കെ കണ്ടത് ഈ വിജയ് ഒരു വലിയൊരു ഫാക്ടറായിട്ട് തമിഴ്നാട്ടിൽ മാറുന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഈ ചെറുപ്പക്കാരുടെ സ്വാഭാവികമായിട്ടും ജൻസികളുടെ ഒരു സപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ പ്രായമായവരും ഈ വിജയ് വരട്ടെ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു വിശേഷം ഈ ജൻസികളൊക്കെ അവരുടെ പേരൻസിനെയൊക്കെ പറഞ്ഞ് മാറ്റി എന്നൊക്കെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല. അവിടെ ഈ പ്രായമായവരിൽ പോലും ഈ ഒരു മാറ്റം തമിഴ് ജനത ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ആ മാറ്റമാണ് വിജയ് ഓഫർ ചെയ്യുന്നത്. ആ വിജയ് ഓഫർ ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 2006 മുതൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഈ നായക കഥാപാത്രത്തിൻ്റെ കഥ ഈ ജനങ്ങളുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു രക്ഷകനായി സ്പർശിക്കുന്ന രീതിയിൽ ഒരു തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കോർത്ത് അല്ലെങ്കിൽ വിന്യസിപ്പിച്ചുകൊണ്ട് സിനിമകൾ ഇറക്കുന്നതും പതിവായി വന്നു. അപ്പോൾ അങ്ങനെ ക്രമേണ ജനങ്ങളിൽ ആ ഒരു രക്ഷക ഇമേജ് നിക്ഷേപിച്ചതിന് ശേഷവും കൂടിയാണ് വിജയ് ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാരൂർ അപകടത്തിലാണ്ട് 19 പേർ മരിക്കുകയുണ്ടായി. അതുപോലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയ്ക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്, ദോഷമായിട്ട് സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കണം അല്ലേ. DMK സൃഷ്ടിച്ച തകർക്കാൻ വേണ്ടി സൃഷ്ടിച്ചാണെന്നുള്ള സംഗതിയിലേക്ക് വന്നു. DMKക്ക് അവസാനം ഈ വിജയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധയിലേക്ക് മാറേണ്ടി വന്നു. അതുപോലെ തന്നെ DMK പഴയ കാർഡുകളാണ് എടുത്തത്, ഹിന്ദിക്കെതിരെയുള്ള കാർഡ്. അപ്പോൾ ഇപ്പം ആ പഴയ പോലുള്ള ഹിന്ദി കാർഡൊന്നും തമിഴ്നാട്ടിലോടില്ല. കാരണം ഇപ്പം ഭാഷ തന്നെ ഒരു പ്രശ്നമുള്ളതായി മാറിയല്ലോ. ഇപ്പം ഏത് ഭാഷ വേണമെന്നുണ്ടെങ്കിലും ഇപ്പം AI പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ലേഷൻ കിട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഷ പോലും ഒരു വിഷയമല്ലാത്ത സ്ഥിതിക്ക് ഭാഷ എടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. അതോടൊപ്പം തന്നെ അതായത് തമിഴ് ജനതയെ കബളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന സകല വൈകാരിക വിഷയങ്ങളും എടുത്ത് പയറ്റിക്കൊണ്ടാണ് DMK തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ സാർ, ഈ TVK ഈ 2 വർഷത്തെ ഒരു ബൂമാണെങ്കിൽ പോലും കഴിഞ്ഞൊരു 25 വർഷക്കാലം പിറകിലേക്ക് പോയാൽ വിജയ് അവിടെ നടത്തിയ ഇടപെടലുകൾ, സുനാമി ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ അവിടെ മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലേക്കൊക്കെ ഇടപെടുന്നു. 2009 അദ്ദേഹത്തിൻ്റെ വിജയ് രസികർ മണ്ഡലം രൂപീകരിക്കുന്നു. അത് പിന്നീട് തമിഴ്നാട്ടിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഇമ്പാക്റ്റ് ഈ വിജയ് രസികർ മണ്ഡലം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ തൻ്റെ ഫാൻസിനെ ഉപയോഗിച്ച് ചെയ്തു വന്നിരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി അദ്ദേഹത്തിനുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം എനിക്ക് തോന്നുന്നു 2000ങ്ങളുടെ അവസാനം തീരുമാനിച്ചതാണ്. അതെ, അവിടെ തൊട്ട് അല്ലെങ്കിൽ 2000ൻ്റെ മധ്യം 2005-2006 കാലഘട്ടത്തിൽ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത 20 വർഷം കഴിയുമ്പോൾ തൻ്റെ അഭിനയമൊക്കെ മാറ്റിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക. കാര്യം ഈ വിജയെ സംബന്ധിച്ച് ഇനിയിപ്പം കൈക്കൂലി വാങ്ങിച്ചാലും അതിനുള്ള ത്രില്ലുണ്ടാവില്ല. കാരണം ഒരു സിനിമയ്ക്ക് തന്നെ പണത്തിൻ്റെ മുകളിലാണ് കിടന്നത്. അതെ, 500 കോടിയൊക്കെയാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായിട്ട് മാത്രം വാങ്ങുന്നത്. പിന്നെ മറ്റു പല രീതിയിലും ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ ധനം അദ്ദേഹത്തിന് ഇപ്പോൾ കൈക്കൂലി വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണക്കുകൂട്ടി ഇപ്പോൾ ഈ രസിയൻ മൺട്രോക്ക് ഈ പറഞ്ഞതുപോലെ അഭിഷേക് പറഞ്ഞതുപോലെ 2009 രസിയൻ മൺട്രോക്ക് രൂപീകരിച്ച് ക്രമേണ അതിൻ്റെ അടിത്തറ ഇട്ട് വന്നൊരു രീതി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു 20 വർഷത്തെ വിജയുടെ
നിശബ്ദമായ ഒരു രാഷ്ട്രീയ നിക്ഷേപം ഈ പ്രകടനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ 2024 ഈ പറഞ്ഞതുപോലെ പാർട്ടി രൂപീകരിച്ച് അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നത്. അതൊക്കെ വെൽ പ്ലാൻഡാണ് സാധനം. അപ്പോൾ നമ്മളെല്ലാവരും കരുതിയിരുന്നത് ഈ പാർട്ടിക്ക് പ്രാദേശിക ഘടകങ്ങളില്ല, പ്രാദേശിക നേതാക്കന്മാരില്ല, അതുകൊണ്ട് തന്നെ കഷ്ടിച്ച് 5-6 സീറ്റ് കിട്ടുമെന്നുള്ള ധാരണയായിരുന്നു. പക്ഷേ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഈ പറയുന്ന 108 സീറ്റും നേടിക്കൊണ്ടാണ്. ഇനി 10 സീറ്റിൻ്റെ കുറവാണ്. അപ്പോൾ ഈ 10 സീറ്റ് ഇപ്പോൾ കോൺഗ്രസിന് 5 സീറ്റുണ്ട്, ബാക്കിയുള്ള CPM, മുസ്ലിം ലീഗിന്, CPI എല്ലാം ഈ 2 സീറ്റ് വീതമുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ ഇവരാരെങ്കിലും ഇത് സപ്പോർട്ട് കൊടുക്കും, ഓഫർ ചെയ്യും. അതല്ലെങ്കിൽ ADMK തയ്യാറാവും. ADMK ആയിട്ട് പോവില്ല, DMK ആയിട്ട് പോവില്ല. AIDMK BJP സഖ്യമുണ്ടല്ലോ, NDS. പക്ഷെ ഒരു പൊതുശത്രു ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ADMK ഒരു സഖ്യം ഉണ്ടാകാൻ ഒരു അസാധാരണമാണെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു വിജയ്ക്ക് കൂടുതൽ സ്വീകാര്യമാവുന്നത് ഈ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ ഈ CPMൻ്റെയും CPIയുടെയും ഒക്കെ ആയിരിക്കാനാണ് സാധ്യതയുണ്ട്. കാര്യം 10 സീറ്റിൻ്റെ ഇനിയിപ്പം 10 സീറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2018 മാജിക് നമ്പർ എന്ന് പറയുന്നത്. 234ആണല്ലോ, 234 സീറ്റുകൾ 118 ആ മാജിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ പോലും ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്, 108 അംഗങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടൊരു അവിശ്വാസം വരികയാണെന്നുണ്ടെങ്കിലും അനായാസമായി നേരിടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു മന്ത്രിസഭ രൂപീകരിക്കുന്നതൊന്നും ഒരു വലിയ ആശങ്കയുടെ ആവശ്യങ്ങളില്ല. അപ്പോൾ അതവിടെ സ്വാഭാവികമായിട്ടും ഇത് ഒരു പിന്തുണ കൊടുക്കാനായിട്ട്, മുന്നോട്ട് ഓഫർ ചെയ്യാനായിട്ട്, ഉപാധികളില്ലാതെ ഓഫർ ചെയ്യാനായിട്ട് ഈ ചെറിയ 5-2 സീറ്റുകൾ നേടിയിട്ടുള്ള പാർട്ടികൾ സ്വമേധയാ തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ CPM തന്നെ ആ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ SP എന്ന് പറയുന്ന ഈ അലയൻസിൻ്റെ കീഴിൽ നിന്ന് എങ്ങനെയാണ് ഇവർ പുറത്ത് കിടക്കുക? അതിൻ്റെ മുന്നോടിയായിട്ടാണല്ലോ മറ്റേ ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ലെനിനെ ഈ 2 ദിവസത്തേക്ക് മുമ്പ്, റിസൾട്ട് വരുന്നതിന് 2 ദിവസത്തേക്ക് മുമ്പ് അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ഈ പ്രസ്താവന നടത്തിയത്. കാര്യം ലെനിൻ നടത്തുന്നത് ഫാസിസ്റ്റ് നടപടികളാണ്, അതേപോലെ തന്നെ പണാധിപത്യം കൊണ്ടുവരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ രാജ്യത്തുടനീളം TVK വിരുദ്ധർ മുന്നോട്ട് വയ്ക്കുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, TVK കൊണ്ടുവന്നത് BJP ആണ്, BJPയുടെ രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് TVKയുടെ തമിഴ്നാട്ടിലേക്കുള്ള കടന്നുവരവ് എന്ന് പോലും അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ആം ആദ്മി വന്നതുപോലെ തന്നെയാണ് TVK വരുന്നതും. അവിടെ വിജയിലൂടെ തമിഴ്നാട് BJP പിടിച്ചെടുക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന പ്രചരണങ്ങൾ. അത്തരം പ്രചരണങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. TVK എന്ന് പറയുന്നത് BJPയുടെ B ടീമാണ് എന്നൊരു സംഗതി നേരത്തെ ഉണ്ട്. മാത്രമല്ല ഈ TVKയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് DMK ആയിരുന്നു, അല്ലാതെ BJP ആയിരുന്നില്ല, AIDMK ആയിരുന്നില്ല. അത് വളരെ പരാമർശിച്ചു പോയുള്ളായിരുന്നു. പക്ഷെ മുഖ്യമായിട്ട് ടാർഗറ്റ് ചെയ്തത് DMK തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് BJP എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് വിജയുടെ ഒരു പ്ലാനിങ് നമുക്കിതിനകത്ത് കാണാൻ പറ്റും, കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള പ്ലാനിങ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ രാഷ്ട്രീയമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണ്. സ്റ്റാലിനടക്കം അടിയറവ് പറഞ്ഞൊരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് തീർച്ചയായിട്ടും. കാരണം സ്റ്റാലിനൊക്കെ വളരെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഒരു 1.5-2 കൊല്ലം മുമ്പ് വരെ ഈ DMKക്ക് ഇനി വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ബൈ ഇലക്ഷനിലൊക്കെ DMK ജയിക്കുകയായിരുന്നു. മാത്രമല്ല DMK കിട്ടിയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴത്തേക്ക് DMK നേടിയ വിജയം വൻ വിജയങ്ങളായിരുന്നു, അല്ലേ? അപ്പോൾ ആ പശ്ചാത്തലത്തിലൊക്കെ DMKക്ക് വളരെയധികം ഒരു സ്വാധീനമായിട്ട് ഇങ്ങനെ നിൽക്കുകയും പേടിയില്ലാതെ നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഈ 24 ഈ സംഗതി വരികയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വിജയുടെ സ്ട്രാറ്റജികൾ നോക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജികളെല്ലാം തന്നെ വളരെ കാൽക്കുലേറ്റഡും സിനിമ പോലെ അസാധാരണത്വം നിറഞ്ഞ സാധനം. 2024 അഭിഷേക് പറഞ്ഞതുപോലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ വിജയ്ക്ക് ഇന്ന് ഈ ഒരു വിജയം നേടാൻ പറ്റില്ലായിരുന്നു. സാന്നിധ്യം അറിയിച്ചു തുടങ്ങി, തേരോട്ടത്തിൻ്റെ ഒരു തുടക്കം കുറിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വെല്ലുവിളി വിജയ് നേരിടാൻ പോകുന്നത് അദ്ദേഹത്തിന് ഭരണപരിചയമില്ല, അത്തരത്തിൽ ഭരണപരിചയമില്ല. അപ്പോൾ ഭരണപരിചയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ 2ാം പിണറായി സർക്കാരിന് പറ്റിയ ഏറ്റവും വലിയൊരു
അപകടമെന്ന് പറയുന്നത് പുതുമുഖങ്ങളെ വെച്ചിട്ട് ഭരിച്ചു എന്നുള്ളതാണ്. ആർക്കും പരിചയമില്ലാണ്ടായിപ്പോയി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ടി വിക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഭീഷണി ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വിജയ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പേർട്ട് ടീമിനെയൊക്കെ ഫോം ചെയ്തിട്ട്, കാരണം കാശിന് ക്ഷാമമില്ലല്ലോ, ഒരു എക്സ്പെർട്ട് ടീമിനെ, കാരണം ഇതിൻ്റെ പിന്നിലെല്ലാം നമ്മൾ കാണുന്നത് ഒരു ഡിസൈൻ കാണുന്നുണ്ട്. വിജയുടെ പ്ലാൻഡ് ആയിട്ടുള്ള ഈ വിജയുടെ രംഗപ്രവേശനത്തിനകത്തും വിജയുടെ പ്രസംഗം ഓരോ സംഗതികളിലും വെൽ ഡിസൈൻഡ് സ്ട്രാറ്റജികൾ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സ്പേർട്ട് ടീമിനെയൊക്കെ അദ്ദേഹം ഹയർ ചെയ്തിട്ട് അങ്ങനെ ഭരണം നടത്തി നടപടികൾ പിന്നെ പദ്ധതികളൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് സാധ്യത. അല്ലാതൊരു ഭരണപരിചയം ഇല്ലാതെ ഇതിനെ നേരിടുക എന്ന് വെച്ചാൽ വലിയ പ്രയാസമാണ്. കാരണം കൂടെ ഉള്ളവർക്കും ഇല്ലല്ലോ. അതെ. അപ്പോൾ ആ രീതിയിൽ ഈ പ്രതീക്ഷ എങ്ങനെ നിറവേറ്റും എന്നുള്ളതാണ് വിജയ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പൊളിറ്റിക്സ്, രാഷ്ട്രീയമായ വെല്ലുവിളിയേക്കാൾ ഏറ്റവും വലിയ വെല്ലുവിളി ഈ ജനങ്ങളുടെ പ്രതീക്ഷയെ എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി വന്നെങ്കിൽ ആ ഒരു രീതിയിലൂടെ തന്നെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പ്രൊഫഷണൽസിൻ്റെ ഈ പിന്നെ എക്സ്പെർട്ടൈസ് സ്വീകരിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മാറ്റമാണ്. നമുക്ക് ഒരു ദോഷഎതിർക്കായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പുതിയ മാറ്റം വരുന്നെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനമല്ലേ, നമുക്കും നല്ലത് തന്നെയാണ്. കാര്യം നമ്മൾ മലയാളികളുടെ ഏറ്റവും എന്താ പറയുക, എപ്പോഴും ഓടി ചെല്ലുന്ന സ്ഥലമാണ്. തമിഴ്നാടും കേരളവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കൊടുക്കൽ വാങ്ങണം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാടിനുണ്ടാവുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്കും അവകാശപ്പെട്ടതാണ്, നമുക്കും ആസ്വദിക്കാവുന്നതാണ്. അതുകൊണ്ട് വിജയുടെ കീഴിലൊരു നല്ല ഭരണം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശരി.